ഹലോ ഗൈസ്, എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു കഥയാണ് പറഞ്ഞുതരാൻ പോകുന്നത്. കഴിഞ്ഞ കളിയിൽ നമ്മുടെ FC ബാർസലോണൻ്റെ ഒരു മാച്ച് ഉണ്ടായിരുന്നു. അതിൽ നമ്മുടെ ലെമീൻ യമാൽ ഒരു നല്ലൊരു ബൈസൈക്കിൾ അടിച്ചു. അതിൽ ലെമീൻ യമാൽ ഭയങ്കരമായിട്ടൊരു അഹങ്കാരം അങ്ങോട്ട് പുറത്ത് വന്നത് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. എന്നാൽ ലെമീൻ യമാലിൻ്റെ ഹെയ്റ്റേഴ്സ് ഇപ്പോൾ കുറേ കൂടിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? യെസ് ഗൈസ്, അത് എങ്ങനെയാണ് കൂടിയെന്ന് അറിയണേക്കാട്ട് മുന്നേ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്, ലൈക്കും ചെയ്യാൻ മറക്കരുത് ഗൈസ്. അപ്പോൾ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്, ലെമീൻ യമാൽ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞാണ്, ഞാൻ മെസ്സിനെക്കാട്ടും നല്ലൊരു അടിച്ചു പൊള്ളി ബൈസൈക്കിൾ അടിച്ചു. പക്ഷേ നമ്മളെ മെസ്സി ആണെങ്കിൽ ഒരു കിടക്കണ രീതിയിലാണ് ബൈസൈക്കിൾ അടിച്ച് പറഞ്ഞിട്ട് കുറേ കളിയാക്കി. അപ്പോൾ നമ്മുടെ മെസ്സിക്ക് ആ കൂടി ഒരു സങ്കടം പോലെ ഒരു സങ്കടമായി ഗൈസ്. അത് സങ്കടമായിന്ന് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെസ്സി. അതേപോലെ യമാൽ വേറൊരു ഇൻ്റർവ്യൂവിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മെസ്സിനെക്കാട്ടും കളിക്കുന്നത് ഞാനാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നിങ്ങൾ പറ, നിങ്ങൾക്ക് യമാലിനെ ഹെയ്റ്റായോ അതോ ഹെയ്റ്റേഴ്സ് ഇനിയുണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ? ജസ്റ്റ് കമൻറ്റ്. പണ്ട് ലെമീൻ യമാലിൻ്റെ ഒരു വലിയൊരു കൂട്ടുകാരനായിരുന്ന മെസ്സി ഇനിയും വിട പറയുന്നു. ഇനി മെസ്സി നമ്മുടെ ഇതിഹാസ താരമായ ലെമീൻ യമാലിനോട് ഇനിയൊരു മിണ്ടാക്കം ഇല്ല.